ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേണം, ഒരുപാട് പാത്രങ്ങൾ വേണം അല്ലേ. ഇത് നിങ്ങൾ രാവിലെ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു ബിരിയാണിയാണ്. ഞാനിന്ന് പ്രോൺസ് വെച്ചിട്ടാ പ്രോൺസ് ബിരിയാണി ചെയ്യുന്നത്. ഇപ്പൊ സീ ഫുഡ് അലർജി ഉള്ളവര് പ്രോൺസിന് പകരം ചിക്കനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. ഈ സെയിം മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. ആദ്യം തന്നെ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം സവാള നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഈ ബിരിയാണി ഏതുണ്ടാക്കിയാലും അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാള ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെക്കണം. സവാള കട്ടി കുറച്ച് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു സവാള ഒന്ന് വറുത്ത് മാറ്റി വെച്ചാൽ തന്നെ ബാക്കി എല്ലാ പരിപാടിയും വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. അപ്പൊ നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അധികം എണ്ണയൊന്നും ആവശ്യമായിട്ട് വരത്തില്ല. അപ്പൊ നമുക്ക് സവാള ഒന്ന് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, കുരുമുളകൊക്കെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് പകരം മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, നന്നായിട്ട് എരിവുള്ളതാണേ, ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു പകുതി സവാള ചെറുതായിട്ട് നരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വേവായിട്ട് വരും. തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മാത്രം പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ഇതൊന്നും പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഒന്നൊന്നര മിനിറ്റ്സ് ഒക്കെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും ആ പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടും. ഇനി അതിലേക്ക് സവാള നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ചെമ്മീന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനോ ഏതെങ്കിലും മീറ്റ് ചേർത്ത് കൊടുക്കാം. ചെമ്മീന്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നുമില്ല. 3 to 4 minutes ഒക്കെ കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 3 മിനിറ്റ് കുക്ക് ചെയ്താലും മതി. ഒരുപാട് സമയം കുക്ക് ചെയ്തെങ്കിൽ അതങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പൊ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൊതുവേ റെസിപ്പിയിലൊന്നും ഒരുപാട് ഉപ്പ് ചേർക്കാറില്ല. നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ റൈസ് അങ്ങനെ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഈ ചെമ്മീന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്ത ശേഷം അങ്ങനെ കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ റൈസ് വേവിച്ച് ഒന്ന് വെള്ളം ഊറ്റിയെടുത്ത ശേഷമാണ് ചേർത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെമ്മീൻ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു പകുതി വേവിച്ചെടുത്ത റൈസാണ്. ഒരു 5-6 മിനിറ്റ്സൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആ ഒരു വെള്ളം മാറ്റിയെടുത്ത ശേഷം ഈ ഒരു ചെമ്മീന് മുകളിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്ത സവാളയും പിന്നെ കുറച്ച് കാഷ്നട്ട്സും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. എനിക്കിപ്പോ മല്ലിയില കിട്ടാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ആ ഒരു കറിവേപ്പില മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബിരിയാണി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അതേസമയം നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനോ നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകാനോ ഒക്കെ നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ.